ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള മറുപടി വീഡിയോ ആണ് ഇത്. വീഡിയോ കണ്ടാലും. ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മോഹനേട്ടൻ തന്നിട്ടുള്ള മറുപടികളാണ് ഞാൻ ഇന്നും എൻ്റെ വോയിസിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഓർക്കിഡിന്റെ ഇലകളിലും വേരുകളിലും ഒക്കെ പായൽ വരുന്നത് എന്തുകൊണ്ടാണ്? അത് എങ്ങനെ മാറ്റിയെടുക്കാം? ദയവായി മറുപടി തരണേ മോഹനേട്ട. മഴ കൊള്ളുന്ന ഭാഗത്തിരിക്കുന്ന ചെടികളിലാണ് ഇതു കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും മുക്കാറ, വാൻഡ എന്നിങ്ങനെയുള്ള ചെടികളിൽ, അതായത് ഇരുവശത്തേക്കും വിരിച്ചു നിൽക്കുന്ന ഇലകളുള്ള ഓർക്കിഡുകളിലാണ് ഇത് കണ്ടുവരുന്നത്. തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഇലകളിൽ തട്ടുന്ന വെള്ളം തണ്ടുകളിലൂടെ ഒലിച്ചിറങ്ങുന്നു. ജൈവവളം കൊടുക്കുന്നവരിലും ഈ അവസ്ഥ അധികവും കാണാറുണ്ട്. ഇത് ഒരു രോഗമായി കാണേണ്ടതില്ല. ഒരു തുണി കൊണ്ട് പായൽ തുടച്ചു നീക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മഴ മാറി വെയിൽ വന്നാൽ ഇത് ഉണങ്ങി പാട പോലെയായി അടർന്നു പോകുന്നതാണ്. എന്നാൽ മഴക്കാലത്ത് വേരുകളിൽ ബ്ലാക്ക് ഫംഗസ് കാണപ്പെടുന്നുണ്ട്. അത് കാലാവസ്ഥ മൂലമുണ്ടാകുന്നതാണ്. അതിന് മരുന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം: ഒന്നിടവിട്ടിട്ടുള്ള നനയ്ക്കൽ ഫലനോപ്സിസിന്റെ വേരുകൾ നനഞ്ഞു ചെയ്യാൻ ഇടവരില്ലേ? ഫലനോപ്സിസിന്റെ വേരുകൾക്കും ഇലകൾക്കും നനവ് ആവശ്യമാണ്. അത് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കേണ്ടത് വളർത്തുന്ന ആളാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയത്തിന്റെ അവസ്ഥ പോലെ ഇരിക്കും. മോസിൽ സെറ്റ് ചെയ്യുന്നവരുണ്ട്, കോക്കോ ചിപ്സിൽ സെറ്റ് ചെയ്യുന്നവരുണ്ട്, കരിയിലും ക്ലേ ബോളിലും സെറ്റ് ചെയ്യുന്നവരുണ്ട്. കരിയിലും ക്ലേ ബോളിലും സെറ്റ് ചെയ്യുന്നവർ ദിവസവും നനയ്ക്കുന്നുണ്ട്. ഒഴിക്കുന്ന വെള്ളം ചട്ടിയിൽ തങ്ങി നിൽക്കാതെ വേഗത്തിൽ വാർന്നു പോകുവാനും തണവ് ലഭിക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ വെള്ളം തങ്ങി നിന്നാലും ഫലനോപ്സിസിന്റെ വേരുകൾ ചീഞ്ഞു പോകില്ല. എന്നാൽ സ്ഥിരമായി വെള്ളം തങ്ങി നിൽക്കുവാനുള്ള അവസരമുണ്ടായാൽ ചീച്ചൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന മീഡിയം മോസോ ചിപ്സോ ആണെങ്കിൽ നനയ്ക്കുന്നതിന് മുൻപേ അതിൽ വെള്ളം തങ്ങി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് അവിടം ഡ്രൈ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നനയ്ക്കുക. അങ്ങനെ വരുമ്പോൾ വേരുകൾക്ക് നനവും തണവും ലഭിക്കുന്നതാണ്. ഇലകളിലും വേരുകളിലും ചീച്ചൽ വരുന്നത് ബാക്ടീരിയ തകരാറ് മൂലമാണ്. വെള്ളക്കെട്ട് കൊണ്ടും ഇത് സംഭവിക്കാം. അതുകൊണ്ട് മോസിലും കൊക്കോ ചിപ്സിലും ഫലനോപ്സിസ് പ്ലാന്റ് ചെയ്യുന്നവർ ഒരു പ്രാവശ്യം നനച്ചാൽ അടുത്ത നനയ്ക്ക് മുൻപ് അതിലുള്ള മീഡിയം ഡ്രൈ ആണെന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ വേനൽക്കാലം പോലെയല്ല മഴക്കാലം. മഴക്കാലം വന്നാൽ നന കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. അത് ക്ലേ ബോളിൽ ആയാലും കരിയിൽ ആയാലും അപ്പോഴത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യുക. അതായത് തുടർച്ചയായി നനവുള്ള അന്തരീക്ഷം, മഴയുള്ള കാലാവസ്ഥ ഒക്കെയാണെങ്കിൽ 2-3 ദിവസം നനയ്ക്കാതെയും ഇരിക്കാം. വെള്ളത്തിന്റെ കുറവ് ഉണ്ടെങ്കിൽ ചെടികൾ അത് എടുത്തു കാണിക്കും. എങ്ങനെയെന്നാൽ അതിന്റെ ഇലകൾ തളർന്നു കിടക്കുന്നതായി കാണാം. അപ്പോൾ നന കുറവാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ till then take care. Bye bye.